Good morning. Let us start with the term motivation. So, what do you mean by motivation? Whether anybody has strongly motivated you. It's a common word, right? So, it's like a thrive toward to do something, an influence by somebody makes us to do something. A strong motivation or a motivator uh, makes a person to a success level. Many words we have seen. So, it is derived from the word motive, which means a need, idea, or all that. So, or you can say that motivation is an act of stimulating an individual for action. See, when you are given food, your mouth secretes saliva because you are striving for that food. That means it is a stimuli. The presence of the food acts as a stimuli for the mouth to secrete the saliva. Right. So same like when you are motivated to an extent, you are stimulated for action, right? So it is like a stimulus. It is a stimulating, it is a need. Motivation is a tool for stimulating an individual to an action, right? So motivation will inspire the subordinates. It is an important function of management. Directingly included ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് മോട്ടിവേഷൻ. എല്ലാ ഓർഗനൈസേഷനും പ്ലാൻ ചെയ്യും, ഓർഗനൈസ് ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷേ സബോർഡിനേറ്റ്സ് ഇത് നന്നായി ഇഫക്റ്റീവ്ലി പെർഫോം ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ വേണം. ദേ ഷുഡ് ബി ഇൻസ്പയർഡ്, ദേ ഷുഡ് ബി മോട്ടിവേറ്റഡ് thoroughly to make the organization get the goals in a systematic way, right? So, how can you define motivation? It is a process of attempting to influence others to do their work through the possibility of gain or reward. അതായത് ഗെയിൻ അല്ലെങ്കിൽ റിവാർഡ് ഉണ്ട് എന്നുള്ള പോസിബിലിറ്റിയിൽ വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് വർക്ക് ചെയ്യിക്കുക. ക്ലിയർ? സോ ദാറ്റ് ഇസ് motivation. And what are the characteristics of motivation? Let us see the characteristics. It is a continuous process. ഇപ്പം നിങ്ങളെയാണെങ്കിലും ഞാൻ ഒരു ദിവസം മോട്ടിവേറ്റ് ചെയ്തിട്ട് പിന്നെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ക്ലിയർ? ബിക്കോസ് വി നോ നമ്മൾക്ക് എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മളുടെ ആവശ്യങ്ങളെ. ഇപ്പം നമ്മൾ ഒരെണ്ണം ഒരു കാര്യം സാറ്റിസ്ഫൈഡ് ആയി അവിടെ വെച്ച് നമ്മൾ നിൽക്കുമോ? ഇല്ല. വി വോണ്ട് ദ അതർ തിങ്. We will look forward the next one, and this keeps on continuing unless the man dies. Clear? ഒരാൾ മരിക്കുന്നവരെ നമ്മളുടെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ആവശ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഈ ആവശ്യങ്ങൾക്കൊരു സ്റ്റിമുലായി ഉണ്ട്. സോ ദാറ്റ് ഇസ് ദ എസൻസ് ഓഫ് മോട്ടിവേഷൻ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് സൈക്കോളജിക്കൽ ഫിനോമിനൻ. മോട്ടിവേഷൻ ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ നീഡ്സ്, ഡിസയേഴ്സ്, എക്സ്പെക്ടേഷൻ ആൻഡ് കോൺഫിഡൻസ്. ക്ലിയർ? സോ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ സൈക്കോളജിക്കൽ ആവണമെന്ന് എന്താ വെച്ചാൽ ഒരാളുടെ ഇന്നർ ഫീലിങ്സ് ആണ് പുറത്തോട്ട് കൊണ്ടിരിക്കുന്നത്. ഒരു ഫീലിങ്സും ഇല്ലാത്തൊരു മനുഷ്യന് മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. സോ നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ ഫീലിങ്സ് ആണ്. സി, ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും ഇരിക്കണു, വരണു, ഒരു കുട്ടി ഭയങ്കര രസമായിട്ട് ആൻസർ ചെയ്യണു, വെരി ഗുഡ് എന്ന് പറയുമ്പോൾ സം വേ ഓർ ദ അതർ ഷീ ഗെറ്റ്സ് മോട്ടിവേറ്റഡ്, റൈറ്റ്? അത് ഉണ്ടാവും. കാരണം അപ്രൈസിങ് സംബഡി ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് ചെറിയ കാര്യമാവും, വളരെ ചെറിയ കാര്യമാവും. സേയിങ് എ പോസിറ്റീവ് കമൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, all that creates a stimuli. Clear? And next is dynamic. മോട്ടിവേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇറ്റ് ഈസ് ഡൈനാമിക്. എന്തുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയുന്നത്? കാരണം ഇന്ന് അയാളെ മോട്ടിവേറ്റ് ചെയ്യണതാവില്ല നാളത്തെ, എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സോ ഇറ്റ് ഈസ് ഡൈനാമിക്. ആൻഡ് നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ മോട്ടീവ്സ്.
അതായത് ഒരാളുടെ ഇന്റേണൽ ആയിട്ടുള്ള മോട്ടീവ്സിനെ ബേസ് ചെയ്തിട്ടാണ് മോട്ടിവേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ. ഒരു ഹോൾ പേഴ്സൺ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അതിലെ ഒരു ഭാഗത്തെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹീസ് മോട്ടിവേറ്റഡ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഗോൾ ഓറിയന്റഡ് പ്രോസസ്. മോട്ടിവേഷൻ ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. കാരണം നമുക്കറിയാം നമ്മളുടെ ഗോൾ എന്താ ഈ മോട്ടിവേറ്റ് ചെയ്യുന്നതോടൊപ്പം അവർ ഗോൾ ഇസ് ടു ഗെറ്റ് ദ ഓർഗനൈസേഷൻ ഗെറ്റ്സ് ദ ഒബ്ജക്റ്റീവ് ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ. അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക, എയിം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസേഷന്റെ. അപ്പൊ ഇൻഡിവിജ്വലിന്റെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടാണ് നമ്മൾ ഓർഗനൈസേഷൻ. സോ ഇറ്റ് ഇസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആൻഡ് ഇറ്റ് ഇസ് എ കോംപ്ലക്സ് പ്രോസസ്. തീർച്ചയായിട്ടും കോംപ്ലക്സ് പ്രോസസ്സാണ്. കാരണം ഒരു മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യം. ആൻഡ് ഇറ്റ് ഇസ് ഹൈലി കോംപ്ലക്സ്, റൈറ്റ്? ആൻഡ് നെക്സ്റ്റ് ഇസ് ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നോംസ്. സോ കസ്റ്റംസ്, ട്രഡീഷൻസ്, വാല്യൂസ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, ഇതെല്ലാം നിങ്ങളെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ I'll take a trip to some place. ചിലപ്പോ നമ്മളുടെ സോഷ്യൽ എത്തിക്സിന് ആ പ്ലേസ് അത്ര സ്യൂട്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ കൾച്ചറൽ നോംസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂന് ഇറ്റ് വോണ്ട് ബി ഗുഡ്. സോ വിൽ ഇറ്റ് മോട്ടിവേറ്റ് യു? നോ, നെവർ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മോട്ടിവേറ്റ് യു. സോ വാട്ട് എവർ ബി ദ മോട്ടിവേഷൻ, നമ്മളുടെ ഉള്ളിലുള്ള എന്ത് മോട്ടിവേഷൻ ആണെങ്കിലും അത് നമ്മളുടെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ നോംസിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് ഉള്ളൂ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഇറ്റ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഓർ യു ക്യാൻ സേ അവാർഡ്സ്, റിവാർഡ്സ് ഓർ പ്രമോഷൻ ഓർ ഡിമോഷൻ. ഏത് രീതിയിൽ വേണമെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാം. നന്നായി പഠിച്ചിട്ടില്ല അച്ഛൻ തോറ്റുപോയാൽ നീ ഈ ക്ലാസ്സിൽ തന്നെ കിടക്കും. ഈസ് ഇറ്റ് എ മോട്ടിവേഷൻ? ഇറ്റ് ഇസ് എ നെഗറ്റീവ് മോട്ടിവേഷൻ, റൈറ്റ്? ചിലപ്പോൾ അതിൽ ഒരു ഔട്ട്കം ഉണ്ടാവും, പേടിച്ചിട്ട് പഠിക്കാൻ. പക്ഷെ നേരെ തിരിച്ചും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോട്ടിവേഷൻ, റൈറ്റ്? ആൻഡ് ലെറ്റ് us see ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻസ് ഓർ ക്ലിയർ? സോ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാം ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിനെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു രീതിയാണ് മോട്ടിവേഷൻ. ഐ എം നോട്ട് thoroughly explaining. We'll look forward. Clear? And makes the employees quality oriented. Motivated ആവുന്ന ഒരാൾ തീർച്ചയായിട്ടും ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. ആൻഡ് ഈവൻ മെയിൻറ്റെയിൻസ് ഗുഡ് ഹ്യൂമൻ റിലേഷൻസ്. ക്ലിയർ? ഒരു ഹൈ ലെവൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വളരെ ബെറ്റർ ആവും. കാരണം ഇപ്പൊ നമുക്ക് അവാർഡ്സ് തരാണ്, പല രീതിയിലുള്ള അവാർഡ്സ് പല സന്ദർഭങ്ങളിലും പല ആൾക്കാർക്കും കൊടുക്കുമ്പോൾ അതൊരു നല്ല രീതിയാണ് ഹ്യൂമൻ റിലേഷൻസിനൊക്കെ. ക്ലിയർ? ആൻഡ് ബേസിസ് ഓഫ് ഗുഡ് കോപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു ഹൈ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആവണം. ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ബെറ്റർ ഇമേജ് ഓൾസോ. ക്ലിയർ? ഒരു ഓർഗനൈസേഷൻ ഒരു എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കും. എങ്ങനെ? ഫിസിക്കലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ് ഒക്കെ. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ബെറ്റർ ഇമേജ് അബൌട്ട് ദ ഓർഗനൈസേഷൻ among the public. And if you're thoroughly motivated, you will not like leaving the organization. So as a result of that, less absenteeism and turnover. Absenteeism കുറയും, turnover കുറയും, right? And next is improvement of skill and knowledge. തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനിൽ ഒരാൾക്ക് അവാർഡ് കൊടുത്താൽ തീർച്ചയായിട്ടും ആ അവാർഡ് അടുത്ത പ്രാവശ്യം എനിക്ക് വാങ്ങിയാലോ. സോ എല്ലാവർക്കും എബിലിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ക്ലിയർ? അവരുടെ സ്കില്ലും നോളജും ഒക്കെ അവർ ഇംപ്രൂവ് ചെയ്തിട്ട് മാക്സിമം എഫിഷ്യൻസി അച്ചീവ് ചെയ്യും. കാരണം പ്രമോഷൻ ഉണ്ടാവും, കൂടുതൽ വേജ് കിട്ടും. സോ ഓട്ടോമാറ്റിക്കലി മോട്ടിവേഷൻ റിസൾട്ട്സ് ഇൻ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് സ്കിൽ ആൻഡ് നോളജ്. ആൻഡ് നെക്സ്റ്റ് ഇസ് മോട്ടിവേഷൻ ഇൻഡ്യൂസസ് ദ വർക്കേഴ്സ് ടു വർക്ക്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. ക്ലിയർ? ആൻഡ് ലെറ്റ് us see ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ഹെർസ്ബർഗ്സ് 2-factor തിയറി, McClelland's achievement theory, McGregor's theory X and theory Y, and you can say William Ouch theory Z. അഞ്ചെണ്ണാണ്. ഏതൊക്കെയാ? മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറി, ഹെർസ്ബർഗ്സിന്റെ 2-factor തിയറി, മാക്ലെലൻസ് അച്ചീവ്മെന്റ് തിയറി,
MacGregor's theory X and theory Y, and William Ouch theory set also, right? And I'm going to explain each one of them. And let us see the Maslow's need hierarchy theory. The theory was propounded by Abraham Harold Maslow. Clear? I repeat that. Theory was propounded by Abraham Harold Maslow. So this is the most widely accepted theory. എന്താണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷൻസ് ഇത്രയേ ഉള്ളൂ. ഹ്യൂമൻ ബീയിങ്സിന്റെ വോൺസ് അൺലിമിറ്റഡ് ആണ്. എന്താണ്? എല്ലാവരുടെയും വോൺസ് അൺലിമിറ്റഡ് ആണ്. ഒരു വാണ്ടിൽ നിന്ന് അടുത്ത വാണ്ടിലേക്ക്, അടുത്തതിൽ നിന്ന് അടുത്ത വാണ്ടിലേക്ക് നമ്മൾ ജമ്പ് ചെയ്തോണ്ടേയിരിക്കും. ക്ലിയർ? സോ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എല്ലാ നീഡ്സും നമ്മളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. ക്ലിയർ? ആദ്യം നമ്മൾ ജീവിക്കാൻ വേണ്ടി ജീവിക്കണം, പിന്നെ നമുക്ക് വസ്ത്രം നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആയി, അത് കഴിഞ്ഞാൽ ലവ് ബിലോങ്ങിങ്നെസ്സിലേക്ക് പോവും, പിന്നെ നമ്മൾക്ക് സെൽഫ് എസ്റ്റീം നീഡ്സ് ആയി, ഫൈനലി ഇറ്റ് കംസ് ടു സെൽഫ് ആക്ച്വലൈസേഷൻ. ആ സെൽഫ് ആക്ച്വലൈസേഷനിലേക്കൊക്കെ വളരെ ചുരുക്കം പേരെ പോവുള്ളൂ കേട്ടോ. ബിക്കോസ് ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. സോ ഒരു ലോജിക്കൽ സീക്വൻസിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ ഹൈറാർക്കിയൽ വേ, റൈറ്റ്? സോ എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ഒരിക്കലും ആദ്യം തന്നെ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് പോണ കണ്ടുണ്ടോ? ഇല്ല, താഴത്തുനിന്നുള്ള നീഡ്സ് അച്ചീവ് ചെയ്യാണെന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ലോവർ ഹൈറാർക്കി സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾക്ക് ഹയർ ഹൈറാർക്കിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ? ആൻഡ് ഇത്രയൊക്കെയാണ് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കിയുടെ ബേസിക് ആയിട്ടുള്ള പ്രപ്പോർഷൻസ് ആണ് പറയണത്. ക്ലിയർ? അപ്പോ ഇതിൽ രണ്ട് രീതിയിലുള്ള നീഡ്സ് ആണ്. പ്രൈമറി നീഡ്സും ഉണ്ട്, സെക്കൻഡറി നീഡ്സും ഉണ്ട്. മാസ്ലോ ഹൈറാർക്കി തിയറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 5 ലെവൽ ആയിട്ടാണ്. ഐ എം എക്സ്പ്ലെയിനിങ് ഈച്ച് ലെവൽ നൗ. ഫസ്റ്റ് വൺ ഇസ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ബേസിക് നീഡ്സ്. ക്ലിയർ? കിട്ടാത്ത ഡെഫിഷ്യൻസി ആയിട്ടുള്ള നീഡ്സിനെയാണ് നമ്മളിവിടെ ഫിസിയോളജിക്കൽ നീഡ്സിലേക്ക് വരുന്നത്. ഏറ്റവും ബേസിക് ആണ്, ഏറ്റവും പവർഫുൾ ആണ്. എന്താവും ഈ ഗ്രൂപ്പിൽ? ഫിസിയോളജിക്കൽ: ഭക്ഷണം, വെള്ളം, ഓക്സിജൻ, സ്ലീപ്പ്. ക്ലിയർ? പ്രൊട്ടക്ഷൻ ഫ്രം ദ എക്സ്ട്രീം ടെമ്പറേച്ചർ. അങ്ങനത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ബയോളജിക്കൽ ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് ജീവിക്കാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളെയാണ് നമ്മളിവിടെ പറയണത് ഫിസിയോളജിക്കൽ നീഡ്സ്. അപ്പൊ ആ സേഫ്റ്റി, ആ ഒരു ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു വെച്ചാൽ, ഇത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറ്റില്ല. ഇത് സാറ്റിസ്ഫൈഡ് ആയ ആൾക്ക് അടുത്ത ലെവൽ ഓഫ് നീഡ്സിനെ കുറിച്ച് ആഗ്രഹം തോന്നും. ദാറ്റ് ഇസ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ ഫ്രം ഹെൽത്ത്, ഡിസാസ്റ്റർ, ജോബ് സെക്യൂരിറ്റി. ഇതൊക്കെയാണ് സേഫ്റ്റി നീഡ്സിൽ വരിക. ക്ലിയർ? അപ്പോൾ നമുക്ക് തന്നെ പെൻഷൻ സ്കീമും പ്രൊവിഡന്റ് ഫണ്ടും ഒരു ഓർഗനൈസേഷനിലെ കാര്യമാണ് പറയണത്. ഇതൊക്കെ ഓർഗനൈസേഷനിൽ തരുന്നത് ഈ ഒരു സേഫ്റ്റി നീഡ്സിനെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓർഗനൈസേഷനിൽ ഈ ഒരു നീഡ്സ്, ഇപ്പം നമുക്ക് പൈസ കിട്ടി, നമ്മളെല്ലാ കാര്യങ്ങളും വലിയ കുഴപ്പമില്ല, നമുക്ക് കുറച്ചും കൂടി ബെറ്റർമെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സേഫ്റ്റി നീഡ്സിൽ തന്നു. നമുക്ക് അടുത്ത നീഡാണ് അത്. ഫിസിയോളജിക്കലും സേഫ്റ്റി നീഡ്സും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ സോഷ്യൽ നീഡ്സിലോട്ട് നമ്മൾ പോവുള്ളൂ. ദാറ്റ് മീൻസ് ബിലോങ്ങിങ്നെസ് ഓർ ലവ് നീഡ്സ് നമ്മൾ പറയാം. സ്നേഹിക്കപ്പെടുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളാണ്, അല്ലെ? ആർക്കും ഇഷ്ടമല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. ആൻഡ് ഒരു ഇൻഡിവിജ്വൽ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു അഫെക്ഷൻ, എല്ലാവരിൽ നിന്നും അഫെക്ഷൻ ആഗ്രഹിക്കും. ഇപ്പൊ നിങ്ങളാണെങ്കിലും ക്ലാസ്സിൽ വരുമ്പോൾ, കോളേജിൽ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെരുമാറുക. ഞാനാണെങ്കിലും ക്ലാസ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാവണം എന്ന രീതിയിലാണ് ഞാനും പെരുമാറുക. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സോഷ്യൽ ആവണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ, നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് ഫീലിങ്സ്, പരാതികള്, ബിലോങ്ങിങ്നെസ്. ഒരു ഓർഗനൈസേഷൻ കണ്ടെക്സ്റ്റിൽ
സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു നല്ല വർക്ക് ഗ്രൂപ്പായിട്ട് നമ്മൾക്ക് ഒരിക്കലും പുവർ ആക്സെപ്റ്റൻസ്, ആരും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളായിട്ട് മാറാൻ താല്പര്യം ഉണ്ടാവില്ല. സോ ഗുഡ് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ദെയർ, പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്പ് മസ്റ്റ് ബി ദെയർ, ഒരു ഫ്രണ്ട്ലി സൂപ്പർവിഷൻ ഉണ്ടാവണം. ആൻഡ് നെക്സ്റ്റ് ഇസ് സെൽഫ് എസ്റ്റീം നീഡ്സ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ സെൽഫ് എസ്റ്റീം, രണ്ട് രീതിയിൽ എസ്റ്റീമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെൽഫ് എസ്റ്റീമും ഒന്ന് പബ്ലിക് എസ്റ്റീമും ആണ്. അത് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ നമ്മൾക്കൊരു എസ്റ്റീം തോന്നാം, അതായത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഫീൽ ചെയ്യാം നമ്മൾ കുറച്ച് വർത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ കുറച്ച് വലിയ ആളാന്നുള്ള ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി എന്നുള്ള ഫീലിംഗ്. അതായത് നമ്മുടെ കോമ്പീറ്റൻസ്, കോൺഫിഡൻസ് ഒക്കെ ഇവിടെയാണ് കാണാം. നമ്മുടെ സ്ട്രെങ്ത്, അഡിക്വസി, അച്ചീവ്മെന്റ്, ഓൾ ദാറ്റ് ഈസ് ഹിയർ. പബ്ലിക് എസ്റ്റീം എന്താ? ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള എസ്റ്റീം നമ്മൾ പിടിച്ചു വാങ്ങുക. അതായത് ഇപ്പൊ നമ്മൾ പറയാ പബ്ലിക് ഫിഗർ ആണ്, അയാൾ ഒരു നല്ല മനുഷ്യനാണ്, ഒരുപാട് കാര്യങ്ങൾ, ഹീസ് എ വെരി ഗുഡ് ലീഡർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ യു ഹാവ് ഗോട്ട് പബ്ലിക് എസ്റ്റീം. സോ ദാറ്റ് മീൻസ് അതേഴ്സ് ഫീൽ ദാറ്റ് യു ആർ ഗുഡ്. I mean, you have the recognition, you are highly appreciated. All that creates greater feelings among you. Clear? ഇത്രയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അടുത്ത ആഗ്രഹമായിരിക്കും ഈ സെൽഫ് എസ്റ്റീം നീഡ്. ഇതും കഴിഞ്ഞാൽ എന്താ, നമ്മൾ ചിലപ്പോ ഞാനും നീയും ഒന്നാണ് എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് എത്തില്ലേ. ഇപ്പോ സെൽഫ് ആക്ച്വലൈസേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മള് ഡിസയർ ടു ബിക്കം എവറിത്തിങ് ദാറ്റ് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബിക്കമിങ്. അതായത് എല്ലാതും അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ഒരു അവസ്ഥയാണ്. ക്ലിയർ? ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല എന്നാണ് പറയണത്. സോ ദിസ് ഇസ് ദ പേഴ്സൺസ് ഡിസയർ ടു റീച്ച് ദ പീക്ക് ഓഫ് വൺസ് പൊട്ടൻഷ്യലിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ടാണ് കരുതുന്നത്. അതായത് ഒരു ആളുടെ ജീവിതത്തിലെ മിഷൻ പൂർത്തിയാക്കുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പം നമ്മൾ പറയാം വിഗാർഡ് ചെയർമാൻ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി, നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരിൽ വെച്ച് അയാളാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തിയത്. കാരണം എല്ലാം അച്ചീവ് ചെയ്തതിനു ശേഷം, എല്ലാം എത്തി എന്ന് തോന്നുന്ന സമയത്താണ് ആളുടെ ഒരു കിഡ്നി ദാനമായിട്ട് കൊടുക്കുന്നത്. സോ ദാറ്റ് വാസ് കൺസിഡേർഡ് ടു ബി എ വെരി, എന്താ പറയാ, നമ്മുടെ ജീവിതത്തിന്റെ മിഷൻ പൂർത്തിയാക്കുക എന്ന് പറയില്ലേ. ഇത്രയും എത്തി, ഒരുപാട് പൈസയും എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാവരും നമ്മളെ നല്ല ആളായിട്ട് കരുതി, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നി നമ്മൾ വലിയൊരാളാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ജീവിതത്തിലെ ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തായി തീരണം എന്ന് ആഗ്രഹിച്ചോ, ഒരു ബെറ്റർ ഇൻഡിവിജ്വൽ ആയി തീരാനാണോ, അപ്പോൾ ദാറ്റ് ഇസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ക്ലിയർ? സോ ദിസ് ഇസ് ദ എസെൻസ് ഓഫ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ മാനേജേഴ്സിന് ഒരുപാട് ഐഡിയ കിട്ടും ഇതിൽ, ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ മെറിറ്റ് ആയിട്ട് പറയണത്. പിന്നെ ഇതിൽ തന്നെ ഒരു ഹ്യൂമൻ ബിഹേവിയറിന്റെ പല വേരിയേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഓരോ എംപ്ലോയിയും പല പല ലെവലിലാവും മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി. അപ്പോൾ ചിലപ്പോൾ ഒരു ലെവലിൽ നിന്ന് ഒരു ലെവലിലേക്ക് പോവാൻ. പിന്നെ ബേസിക് ആയിട്ട് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഈ ഒരു മനുഷ്യൻ എപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണിത്. ക്ലിയർ? ആൻഡ് വേറൊരു കാര്യം കൂടി പറയാം, എങ്ങനെയൊക്കെ നീഡ്സ് മാറി കാലങ്ങൾക്കനുസരിച്ചിട്ട് നീഡ്സിന് എന്തൊക്കെ മാറ്റം വരുത്തുന്നു. ഇപ്പൊ മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല എന്നുള്ളത് നമ്മൾ ഇപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെ, നമ്മൾ പറയണില്ലേ, നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ്, നമുക്കൊന്നും വേണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ആഗ്രഹമില്ലാത്ത ആൾക്കാരില്ല. അത് ഈ ഒരു മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറി. ഇതിലെന്താ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഡീമെറിറ്റ് എന്താ ഉള്ളത്? ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് എപ്പോഴും ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ പറയട്ടെ, ഞാൻ ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡും എനിക്കുണ്ട്. ലവ് ബിലോങ്ങിങ്നെസ് ഒക്കെ ചിലപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഫിസിയോളജിക്കൽ നീഡ് ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ലവ് ബിലോങ്ങിങ്നെസ് നീഡ് ഉണ്ടാവാം. നമുക്കൊരു സാധനം വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു നല്ല ക്വാളിറ്റി ഉണ്ടായി, പെട്ടെന്ന് ആൾക്കാർ ആക്സെപ്റ്റ്. ഇതൊരു ഹൈറാർക്കി ആയിട്ട് തന്നെ പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ചില സമയത്ത് പല നീഡ്സും പല രീതിയിലാണ് വരിക. ക്ലിയർ? സോ ഒരു
ഇതിൽ പറയുന്ന ഒരു ക്രിറ്റിസിസം എന്താ വെച്ചാൽ സെൽഫ് ആക്ച്വലൈസേഷനിലുള്ള ആൾക്കാർക്കും ഫുഡും ഷെൽട്ടറൊക്കെ ആവശ്യമല്ലേ. സോ ഹൈറാർക്കി ക്ലൈംബ് ചെയ്ത് പോയി നമുക്ക് പറയാൻ പറ്റില്ല. ക്ലിയർ. സോ പിന്നെ ഒരു ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഒരു ക്രിറ്റിസിസം എന്തായിരുന്നു വെച്ചാൽ എല്ലാ കൺട്രീസിലും ഒരേപോലത്തെ ഹൈറാർക്കി ഒന്നും ആവില്ല. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. പിന്നെ ഒരു പേഴ്സൺ മോട്ടിവേറ്റ് ചെയ്യണത് ഈ നീഡ്സ് മാത്രമല്ല, ഒരുപാട് നീഡ്സ് ഉണ്ട്, ഒരു നീഡല്ല. ഞാൻ പറയാം എനിക്ക് ഭക്ഷണം മാത്രമാണ് മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റുമോ? എല്ലാതും ഒരുമിച്ച് ചിലപ്പോൾ നമുക്ക് മോട്ടിവേറ്റിംഗ് ഫാക്ടറാവും. പലരും പല രീതിയിലാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. അതൊക്കെ ക്രിറ്റിസിസം ആണ്. ക്ലിയർ. ഇപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അടുത്തത് ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? നോ. കാരണം ഇത് മാത്രല്ല, ഒരു മാസ്ലോന്റെ കോൺട്രറി ആണ്. ചില ആൾക്കാർക്ക് ബേസിക് നീഡ്സ് മാത്രം മതിയാവും. ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഫിസിയോളജിക്കലും സേഫ്റ്റിയും മാത്രം മതി എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു തിയറിക്ക് പ്രസക്തിയേ ഇല്ല. ക്ലിയർ. ആൻഡ് ചില ആൾക്കാർക്ക് ലോവർ നീഡ്സ് ഉണ്ടാവില്ല. ചെറുപ്പത്തിൽ തന്നെ ആരും സ്നേഹിക്കാനൊന്നും ഇല്ലാത്ത ഒരു കുട്ടിക്ക് സോഷ്യൽ നീഡ്സ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. സേഫ്റ്റി നീഡ്സും ഉണ്ടായിട്ടുണ്ടാവില്ല. സോ നമ്മൾക്ക് എപ്പോഴും എല്ലാ നീഡ്സും നമ്മൾ എൻജോയ് ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. So that's all about Maslow's need hierarchy theory. Now read the textbook very carefully and understand what is Maslow's. ശരിക്കും ഇവിടെ പോസ് ചെയ്യുക വീഡിയോ, എന്നിട്ട് നിങ്ങൾ വായിക്കുക ടെക്സ്റ്റ് ബുക്ക്. ഞാനിപ്പോൾ പറഞ്ഞതും വെച്ച് വായിച്ചു നോക്കിയാൽ ഹൗ ഡു യു ഫീൽ. അപ്പം എന്നിട്ട് നിങ്ങൾ ബാക്കി ഭാഗം കാണുക. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ ഡോണ്ട് സീ ദ വീഡിയോ കണ്ടിന്യൂസ്ലി വിത്തൗട്ട് റീഡിങ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ക്ലിയർ. അല്ലെങ്കിൽ പിന്നെ ഒരു ബുക്കും പേപ്പറിലും നമ്മൾ എഴുതണം വാട്ട് ഐ എം സേയിങ് ഇൻ ദ ക്ലാസ്. എന്നാൽ മാത്രമേ തന്നെ യു വിൽ ബി ഏബിൾ ടു വിഷ്വലൈസ്. അറ്റ്ലീസ്റ്റ് ഇപ്പം എന്നെ കാണുന്ന ഒരു ഫീല് ചിലപ്പോൾ ഉണ്ടാവും. ബിക്കോസ് 2 to 3 days we have seen each other. Even for me also, I feel I can see you, all the people. ഇരിക്കുന്ന കുറേ പേരെയൊക്കെ എനിക്ക് I can see. So that feeling, if you have to each other, you will be able to visualize in a good manner. Right? And next is two-factor theory of motivation. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. ഹേഴ്സ്ബർഗ് ആണ്, ഫ്രെഡറിക് ഹേഴ്സ്ബർഗ്. It is a very popular theory of motivation. In the late 1950s, Herzberg made interesting study on motivation. Clear? അപ്പോൾ ഈ ഒരു തിയറിനെ two-factor theory, or it is also known as dual-factor theory, or it is also known as motivation hygiene theory. എങ്ങനെയാ ഇതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറഞ്ഞാൽ, ഹേഴ്സ്ബർഗ് ഒരു സ്റ്റഡി നടത്തുക ചെയ്തത്. ഒരു 200 എൻജിനീയേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തു. എൻജിനീയേഴ്സ് മാത്രമല്ല, അക്കൗണ്ടൻസും ഉണ്ടായിരുന്നു. 11 ഇൻഡസ്ട്രിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. 11 ഇൻഡസ്ട്രിയിലെ 200 എൻജിനീയേഴ്സിനെ ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ ഹേഴ്സ്ബർഗ് എന്താ ചെയ്തെച്ചാൽ ക്രിട്ടിക്കൽ ഇൻസിഡന്റ് മെത്തേഡാണ് യൂസ് ചെയ്തത് ഡാറ്റ അനാലിസിസിന്. എൻജിനീയേഴ്സും അക്കൗണ്ടൻസും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അവരോട് ചോദിച്ചിരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെൻ ഡിഡ് യു ഫീൽ പെർട്ടിക്കുലർലി ഗുഡ് ഫോർ ദ ജോബ്? അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഏറ്റവും നല്ലത് എന്ന് തോന്നിയിട്ടുള്ളത്? വാട്ട് വാസ് ദ സിറ്റുവേഷൻ? പിന്നെ ഒന്ന്, എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി മോശമെന്ന് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ റെസ്പോൺസസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പല രീതിയിലുള്ള കണ്ടീഷൻസും പറഞ്ഞു. ജോലി നല്ലതാവാനും ചീത്തയാവാനുള്ള കാരണങ്ങൾ നമ്മളോട് ചോദിച്ചാലും നമ്മൾ പറയും. ഈ സ്റ്റഡി എല്ലാം കൂടി റിവീൽ ചെയ്തത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ്റെ ഫാക്ടേഴ്സും ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയത്. ക്ലിയർ. സാറ്റിസ്ഫാക്ഷൻ ഉള്ള റീസണേ അല്ല ഡിസാറ്റിസ്ഫൈഡ് ആവാനുള്ള റീസൺ. രണ്ടും രണ്ട് പോൾസിലാണ് കടന്നിരുന്നത്. ക്ലിയർ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ആണ്, മോട്ടിവേറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈജീൻ ആണ്. ഒരു കമ്പനിയിലാണെങ്കിലും
ഹൈജീൻ ഫാക്ടേഴ്സ് ആണ് ഏറ്റവും ഒരു എംപ്ലോയി ഡിസാറ്റിസ്ഫൈഡ് ആവാനുള്ള കാരണങ്ങൾ ഹൈജീൻ ഫാക്ടേഴ്സ് ആണ്. സാറ്റിസ്ഫൈഡ് ആവാനുള്ള കാരണം മോട്ടിവേറ്റേഴ്സ് ആണ്. അങ്ങനെയാണ് ഈ തിയറി ഓഫ് മോട്ടിവേഷനിലേക്ക് വരുന്നത്. So there are two factors when you see here. One acting as motivators in the mind of the people which satisfy their job, and hygiene factors which acts as dissatisfiers. Clear? അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഹേഴ്സ്ബർഗിനെ സംബന്ധിച്ചിടത്തോളം ഹേഴ്സ്ബർഗ് ഒരു 6 മോട്ടിവേറ്റേഴ്സ് ഉണ്ട് മനുഷ്യന്. ക്ലിയർ? ഇതിന്റെ പക്ഷെ ഒരു കാര്യം എന്താ അറിയോ, ഈ ഒരു 6 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് മനുഷ്യര്. പക്ഷെ ഇത് 6ഉം ഇല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. ക്ലിയർ ആണോ? അതായത് ഈ മോട്ടിവേറ്റേഴ്സ് പ്രസന്റ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഉത്തേജനമാണ് വർക്ക് ചെയ്യാൻ. പക്ഷെ ഇത് ഇല്ല എന്ന് വിചാരിക്കൂ, ദീസ് ആർ നോട്ട് ഡിസാറ്റിസ്ഫയേഴ്സ്. ഇപ്പൊ ഇതില്ലാച്ചിട്ടൊന്നും സംഭവിക്കില്ല. ക്ലിയർ? അതേപോലെ ഹൈജീൻ ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫാക്ടേഴ്സിന്റെ പ്രസൻസ് മോട്ടിവേറ്റ് ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾക്ക് സാലറി ഉണ്ട് എന്നുള്ളത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ? ബട്ട് ഇഫ് യു ആർ ഗിവൺ ആൻ അവാർഡ് ഇറ്റ് മോട്ടിവേറ്റ്സ്. കാരണം സാലറി ജോലി ചെയ്യുമ്പോൾ കിട്ടേണ്ടതല്ലേ എന്നുള്ളൊരു തോന്നലാണ്. വർക്കിംഗ് കണ്ടീഷൻ നല്ലതാണെങ്കിൽ അത് മോട്ടിവേറ്റ് ചെയ്യില്ല നമ്മളെന്നെ. പക്ഷെ വർക്കിംഗ് കണ്ടീഷൻ ഇല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ തന്നെയാണ് ശമ്പളം ഒരു മാസം കിട്ടാതിരുന്നാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു സ്ട്രോങ് മോട്ടിവേറ്റർ അല്ല. ഇത് സത്യമാണ് ഈ ഒരു കാര്യം. സോ ഫാക്ടേഴ്സ്, മെയിൻ്റനൻസ് ഫാക്ടേഴ്സും ഈ 2 ഫാക്ടേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മോട്ടിവേറ്റേഴ്സ് ആയിട്ട് ഇവിടെ പറയുന്ന ഫാക്ടേഴ്സ് അച്ചീവ്മെന്റ്, recognition, the work itself, responsibility, advancement and growth. ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഒരു ദിവസം പറയാണ്, any one person is given a responsibility. നസ്രിൻ ഓർ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മൾ പറഞ്ഞത് ആരാ, ജെറീന, is given a responsibility that you are going to be a leader of the class. It is a motivator for that person, whatever it be. ഒരു ഇൻഹറന്റ് മോട്ടിവേറ്റർ ആണ്. നേരെ മറിച്ച് സൂപ്പർവിഷൻ, അതൊരു സൂപ്പർവിഷൻ ഇല്ലാച്ച ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഫാക്ടർ ആബ്സെന്റ് ആണെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ഉള്ളിൽ. നമ്മളെ ആരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ വർക്ക് കണ്ടീഷൻസ് ഭയങ്കര മോശമാണ്, ഒട്ടും ഹൈജീനിക് അല്ല, നമുക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നേ ഇല്ല. പിന്നെ വൈ വി ഷുഡ് വർക്ക്? ഒരിക്കലും മോട്ടിവേറ്റർ അല്ല. സാലറി, സെക്യൂരിറ്റി, ഇങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ ലൈഫ്, വർക്ക് കണ്ടീഷൻസ്, ഒരു 10ഓളം ഹൈജീൻ ഫാക്ടേഴ്സ് ടെക്സ്റ്റിലുണ്ട്. ഓർക്കണം, ഈ 6 ഫാക്ടേഴ്സ് തെറ്റാതെ എഴുതണം. ഹൈജീൻ ഫാക്ടേഴ്സ് 10-12 ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഓരോ രീതിയിൽ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു മെറിറ്റ് എന്താ? ഇപ്പൊ ഈ ഒരു മോട്ടിവേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ മാനേജർ സാറ്റിസ്ഫയേഴ്സും ഡിസാറ്റിസ്ഫയേഴ്സും രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഹൈജീനിക് ഫാക്ടേഴ്സ് എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ക്ലിയർ? അത് സെക്യൂരിറ്റി കൂടുതൽ കൊടുക്കണം, സാലറി കൂട്ടി കൊടുക്കണം, റെമ്യൂണറേഷൻ കൃത്യസമയത്ത് കൊടുക്കണം, വർക്ക് കണ്ടീഷൻസ് കുറച്ചും കൂടി നല്ലതാക്കണം. അപ്പോൾ അതൊരു ബാലൻസിൽ എപ്പോഴും കൊണ്ടുവരാം. അത് ഡിസാറ്റിസ്ഫാക്ഷൻ മനസ്സിൽ നിന്ന് കളയണം. അതായത് എംപ്ലോയി ഒരിക്കലും ശമ്പളം ഒരു മാസം ഫസ്റ്റ് എല്ലാ മന്തിലും 1-ാം തീയതി സാലറി കിട്ടുകയാണെന്ന് വെച്ചാൽ അത് 1-ാം തീയതിയിൽ അപ്പുറം പോകരുത്. കാരണം ഒരു തരത്തിലുള്ള ഡിസാറ്റിസ്ഫാക്ഷനും ഈ ഫാക്ടേഴ്സ് കൊണ്ട് എംപ്ലോയിക്ക് ഉണ്ടാവരുത്. എന്നാൽ എംപ്ലോയിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അച്ചീവ്മെന്റ്സ്, റെക്കഗ്നിഷൻ, വർക്ക്, റെസ്പോൺസിബിലിറ്റി, അഡ്വാൻസ്മെന്റ്, ഗ്രോത്ത്, ഈ ഒരു ഫാക്ടേഴ്സിന് ഒരു മാജിക്കൽ സ്പെല്ലാണ് നമ്മുടെ ലൈഫിൽ. എന്നാൽ ഈ ഫാക്ടേഴ്സ് ഒട്ടും കുറയാനും പാടില്ല. സോ ദിസ് മസ്റ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. സോ മെറിറ്റ്സ് ഉണ്ട്, ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. കാരണം ഹേഴ്സ്ബർഗിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഫാക്ടേഴ്സും
മോട്ടിവേഷൻ ആണ് ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് വിത്ത് മണി, പൈസയുമായി റിലേറ്റഡ് അല്ല, നമ്മുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഹേഴ്സ്ബർഗിനെ സംബന്ധിച്ചിടത്തോളം 5 നിന്ന് 2 ചുരുക്കി, അതായത് മാസ്ലോന്റെ നീഡ് ഹൈറാർക്കിന്ന് അവിടെ 5 നീഡ്സ് ഉണ്ടായിരുന്നു, ഇവിടെ 2, കുറച്ചും കൂടി ക്ലാസിഫിക്കേഷൻ എളുപ്പമായി. ക്രിറ്റിസിസംസ് ഒരുപാടുണ്ട്. കാരണം ഫസ്റ്റ് ക്രിറ്റിസിസം എന്താവും, ഒരു 200 എഞ്ചിനീയേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് 2 കോടി ജനങ്ങളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആ എഞ്ചിനീയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്, ആ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ ഒക്കെ ഡിഫറെൻ്റ് ആവും. അപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമ്മൾക്കൊരു തിയറി ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ഹാസ് നോ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. അത് ലോകത്തിൽ എവിടെയും ഈ ഒരു തിയറി വർക്ക് ചെയ്യും എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. ക്ലിയർ? ആൻഡ് ഓൾസോ ഈ ഒരു തിയറിക്ക് ഇറ്റ് ഈസ് എ മെത്തേഡ് ബൗണ്ട്, അതായത് പല രീതിയിലുള്ള മെത്തേഡ്സും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിമിലർ സ്റ്റഡി വർക്കാവുള്ളൂ. കാരണം എപ്പോഴും ഇതല്ല ഫാക്ടേഴ്സ്. ഇപ്പൊ 2 ഫാക്ടറും 2 തരാണ്. ക്ലിയർ? ഈ ഒരു ഇതിലൊരു കാര്യമുണ്ട്, റെമ്യൂണറേഷൻ കിട്ടിയാൽ മോട്ടിവേറ്റഡ് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. 1.5 ലക്ഷം നിങ്ങളുടെ സാലറി, യു ആർ മോട്ടിവേറ്റഡ് അല്ലേ? റെമ്യൂണറേഷൻ ഹൈജീൻ ഫാക്ടേഴ്സ് ആയിട്ട് മാത്രമല്ല ആക്ട് ചെയ്യുക, ഇറ്റ് ഈസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഓൾസോ. സോ അതൊരു ക്രിറ്റിസിസം ആയിട്ടാണ് പറയണത്. അപ്പോൾ ഈ ഒരു തിയറിയിൽ there is a relationship between satisfaction and productivity. ഇപ്പോൾ സാറ്റിസ്ഫാക്ഷനും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അയാൾ നോക്കിയിട്ടില്ല. ഇപ്പം നമ്മൾ പറയാം കൂടുതൽ റെസ്പോൺസിബിൾ ആവുമ്പോൾ കൂടുതൽ വർക്ക് ചെയ്യും, കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും നമ്മൾ. അപ്പോൾ അതൊന്നും നമ്മൾ ഇവിടെ പ്രൊഡക്ടിവിറ്റിയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല, മോട്ടിവേഷൻ മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ക്ലിയർ? So this is 2-factor theory of motivation, right? And now you have McClellan's achievement theory, McGregor's theory X and theory Y, and William Ouch theory set also, right?